ഇന്നലെ സാധനം വാങ്ങിച്ചതിന്റെ കൂട്ടത്തിൽ രുക്മിണിക്ക് ഇഷ്ടപ്പെട്ട മാംഗോ ജ്യൂസ് വാങ്ങിച്ച് രുക്മിണിയുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. പ്രതീക്ഷിക്കാതിരുന്ന അവൾ അത് 2 കൈ നീട്ടി സ്വീകരിച്ചു. കൂടെ ഒരു ചിരി. അവിടുന്ന് നേരെ മന്തി വെക്കാൻ അടുക്കളയിലേക്ക്. അതുപോലെ കഴുകൽ പരിപാടിയൊക്കെ ഞാൻ തന്നെ. കഴുകി കഴിഞ്ഞപ്പോൾ അടുത്ത ടാസ്ക് കത്തി എടുത്ത് ചിക്കന് മുകളിൽ കുത്തിപ്പിടിപ്പിക്കുക. ശ്രദ്ധയോടെ ഉത്തരവാദിത്തത്തോടെ ഞാൻ ആ ടാസ്ക് ചെയ്തു. ഇതിനിടയ്ക്ക് അതിൽ ഒരു ചിക്കൻ പീസ് എനിക്ക് വറക്കാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾ നിഷേധിച്ചില്ല. അവളവിടെ മന്തിരി വേവിക്കുമ്പോൾ ഞാനിവിടെ ചിക്കൻ വറുത്തു. അവളവിടെ മന്തിരി ഇളക്കുമ്പോൾ ഞാനിവിടെ ചിക്കൻ തിരിച്ചിട്ടു. അവസാനം 4 പച്ചവളം കുത്തി മന്തി ഇവിടെ റെഡിയായപ്പോൾ അപ്പുറത്തിരുന്ന ചിക്കൻ ഞങ്ങൾ രണ്ടാളോടെ തിന്ന് തീർത്ത് കഴിഞ്ഞിരുന്നു. മന്തി വയ്ക്കാൻ ഒരു ചാർക്കോൾ കത്തിച്ച് അകത്ത് വെച്ച് അടപ്പ് വെച്ച് അടച്ചു വെച്ചു. പുറത്ത് ചാർക്കോൾ എടുക്കാൻ പോയപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം. പുറത്ത് തണുപ്പത്ത് ക്യാമ്പ് ഫയർ ഇട്ടിരുന്ന് മന്തി കഴിക്കും. അവിടെ കണ്ട പേപ്പറും കമ്പും ചുള്ളിയെല്ലാം പെറുക്കിട്ട് ഞാൻ തീയിട്ടു. ക്യാമ്പ് ഫയറിന്റെ കൂടെ രുക്മിണിയുടെ ഒരു പഴയ നൊസ്റ്റാൾജിയ പാട്ടും. പക്ഷെ തീ അങ്ങോട്ട് കത്തിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി. പിന്നെ അവിടെ കിടന്ന് കിട്ടിയ ഒരു ബബ്ലു ഇടുന്ന സാധനം എടുത്ത് ബബ്ലു ഇട്ട് കുറച്ച് നേരം കളിച്ചു. സെറ്റായ മന്തി എടുത്ത് നമ്മൾ സ്ഥിരം കഴിയുന്നിടത്ത് വന്നിട്ട് കഴിക്കാൻ തുടങ്ങി. കൂടെ ചിക്കൻ മേടിക്കാൻ പോയപ്പോൾ മേടിച്ച ലാഗ്. രുക്മിണിക്ക് ഒരു ചേഴ്സും കൊടുത്ത് ടിവിയിൽ പട്ടണത്തിൽ സുന്ദര സിനിമ ഇട്ട് നമ്മൾ കഴിക്കാൻ തുടങ്ങി. നാളെ കോളേജിൽ പോകണോണ്ട് ഇന്ന് നേരത്തെ കിടക്കണം. 9:30 ആയിട്ടും രാത്രിയാത്ത പ്രകൃതിയെ നോക്കി നമ്മൾ ഉറങ്ങാൻ കിടന്നു.